ഗുഡ് ഈവനിങ് എവറി വൺ. ഞാൻ ഓഡിബിൾ ആണെന്ന് ഞാൻ കരുതുന്നു. ആരെങ്കിലും ഒരു മെസ്സേജ് ചെയ്യാവോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്? അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? ആരും റെഡിയല്ലേ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ? എന്തോ ഒരു ആൻസർ എനിക്കിതാ. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യട്ടെ? ഓക്കെ. ഞാൻ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. അപ്പോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബയോളജിയിലെ പാർട്ട് 2-ലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. അതായത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബയോളജിയിലെ സെക്കൻഡ് പാർട്ടിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള എക്സ്ക്രീഷൻ ടു മെയിൻറ്റെയിൻ ഹോമിയോസ്റ്റാസിസ്. ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിന്റെ പേര്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ സറൗണ്ടിങ്സിൽ ഒരുപാട് എന്തുണ്ട്? ഈ ഒരു ഇമേജ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ട് അല്ലെ? അതായത് നമ്മളുടെ സറൗണ്ടിങ്സിൽ ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസ്. അത് ആരായിരിക്കും ഇങ്ങനെ കൊണ്ട് ഈ വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? നമ്മൾ തന്നെ, ഒരു സംശയവും ഇല്ല, അത് നമ്മൾ തന്നെയാണ് അല്ലെ? അതായത് ഹ്യൂമൻ ബീങ്സിന്റെ ആക്ടിവിറ്റീസ് കാരണം ഇങ്ങനെ സറൗണ്ടിങ്സിലൊക്കെ കൊണ്ടുപോയി എന്ത് ചെയ്യും? വേസ്റ്റ് മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്യും? ഡെപ്പോസിറ്റ് ചെയ്യും അല്ലെ? പിന്നീട് അത് പല പല രോഗങ്ങളിലേക്കൊക്കെ പോവുകയും ചെയ്യും. ഇതുപോലെ നമ്മൾ നമ്മളുടെ സറൗണ്ടിങ്സിൽ ഇതുപോലെ വേസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മളുടെ ബോഡിയിലും എന്ത് ഫോം ചെയ്യുന്നുണ്ട്? വേസ്റ്റ് മെറ്റീരിയൽസ് ഫോം ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പം ഇങ്ങനെ വേസ്റ്റ് മെറ്റീരിയൽസ് എങ്ങനെ നമ്മുടെ സെൽസിനകത്തൊക്കെ ഒരുപാട് തരത്തിലുള്ള എന്ത് നടക്കുന്നുണ്ട്? മെറ്റാബോളിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മെറ്റാബോളിക് ആക്ടിവിറ്റീസ് കാരണം എന്ത് സംഭവിക്കുന്നുണ്ട്? അതായത് ഈ മെറ്റബോളിക് ആക്ടിവിറ്റീസ് കാരണം പല തരത്തിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസും നമ്മളുടെ ബോഡിയിൽ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പം ഈ വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം നമ്മുടെ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്താൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമോ? തീർച്ചയായിട്ടും പ്രോബ്ലംസ് ഉണ്ടാവും അല്ലെ? അപ്പം ഇങ്ങനെ നമ്മളുടെ ബോഡിയിൽ ഇങ്ങനെ വേസ്റ്റ് അക്യുമുലേറ്റ് ചെയ്യുന്നെന്ന് അറിയാം. പക്ഷെ നമ്മൾ ഇപ്പോഴും എന്താണ് ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ടുള്ള കാരണം എന്തായിരിക്കും? ഈ വേസ്റ്റിനെ ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് സംഭവിക്കാത്തത്? നമുക്ക് പ്രത്യേകിച്ച് രോഗങ്ങളൊന്നും വരാതെ ഒക്കെ ഇരിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന നമ്മളുടെ ഒരു പ്രോസസ്സാണ്, നമ്മളുടെ ബോഡിയിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്? എക്സ്ക്രീഷൻ എന്ന് പറയുന്നത്. അതായത് എക്സ്ക്രീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയിൽ നമുക്ക് വേണ്ടാത്ത അൺവാണ്ടഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? എക്സ്ക്രീഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഹ്യൂമൻ ബീങ്സിന്റെ കേസിൽ നമ്മുടെ ബോഡിയിൽ ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒരു സെല്ലിൽ എന്ത് ഫോം ചെയ്തു? വേസ്റ്റ് മെറ്റീരിയൽസ് ഫോം ചെയ്തു. അപ്പം അതെങ്ങനെയായിരിക്കും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഓർഗനിലേക്ക് അല്ലെങ്കിൽ എക്സ്ക്രീഷന് വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഓർഗൻസ് ഉണ്ടായിരിക്കും അല്ലെ? ഓരോ ജീവികളിലും എന്തുണ്ട്? ഈ പറഞ്ഞ വേസ്റ്റ് മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള എന്തുണ്ടായിരിക്കും? എക്സ്ക്രീറ്ററി ഓർഗൻസ് അല്ലെങ്കിൽ എക്സ്ക്രീഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പാർട്ട് ഉണ്ടായിരിക്കും അല്ലെ? അപ്പം ഹ്യൂമൻ ബീങ്സിൽ ഇത്തരത്തില് ഏതൊക്കെ എക്സ്ക്രീറ്ററി പാർട്സ് ആ ഉള്ളത്? നിങ്ങൾക്ക് ഏതൊക്കെ അറിയാമെന്നൊക്കെ ഒന്ന് ചാറ്റിലൂടെ ഒക്കെ പറഞ്ഞു തന്നെ. ഏതൊക്കെയാണ് നമ്മളുടെ ഹ്യൂമൻ ബീങ്സിൽ കാണപ്പെടുന്ന എക്സ്ക്രീറ്ററി ഓർഗൻസ് ഹ്യൂമൻസിലുള്ളത്? ഇതിപ്പോ ഒരു ഹ്യൂമൻ ബോഡി ആണെന്ന് കൺസിഡർ ചെയ്യുക. അതായത് ഇത് നമ്മുടെ ഹ്യൂമൻ ബോഡി ആണെന്ന് കൺസിഡർ ചെയ്യുക. അപ്പൊ ഹ്യൂമൻ ബോഡിയിൽ പല പാർട്ടും എന്തിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ദേവിക, വെരി ഗുഡ്. കുട്ടി പറഞ്ഞ ആൻസർ വളരെ കറക്റ്റ് ആട്ടോ. അതായത് നമ്മളുടെ ബോഡിയിൽ പല തരത്തിലുള്ള പാർട്ട് എന്തിനു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? അതായത് വേസ്റ്റിന്റെ റിമൂവലിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പം ഒന്നാമത്തെ പാർട്ടാണ് എന്തെന്ന് പറയുന്നത്? ഇതേതാ? ഈ പോർഷൻ ഏതാ? നമ്മുടെ സ്കിന്ന് അല്ലെ? നമ്മളുടെ സ്കിന്ന്.
ഈ സ്കിന്ന് വഴി നമുക്ക് ഏതൊക്കെ വേസ്റ്റിനെ ആയിരിക്കും റിമൂവ് ചെയ്യാൻ പറ്റുന്നത്? ഏതൊക്കെയായിരിക്കും? നമുക്കറിയാം നമ്മളുടെ ബോഡിയിൽ സ്വെറ്റ് ഫോം ചെയ്യും അല്ലെ. ഈ സ്വെറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ അത് ഏതൊക്കെ വാട്ടറും സോൾട്ടും അല്ലെ. വാട്ടർ ആൻഡ് സോൾട്ട് ആണ് എന്തെന്ന് പറയുന്നത്? നമ്മളുടെ സ്കിന്ന് വഴി പുറത്തേക്ക് അല്ലെങ്കിൽ റിമൂവ് ചെയ്യുന്ന വേസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ. അതാണ് നമ്മളുടെ നമ്മളുടെ ബോഡിയിലെ സ്കിന്ന് എന്തൊക്കെയാണ് റിമൂവ് ചെയ്യുന്നത്? വാട്ടറും സോൾട്ടും. ഇനി നെക്സ്റ്റ് ഓർഗൻ ഏതായിരിക്കും? ഇതുവഴി ഇങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാവുന്ന നെക്സ്റ്റ് ഓർഗൻ ഏതാണ്? നമ്മളുടെ ഏതാ ഓർഗൻ? നമ്മുടെ ലങ്സ് അല്ലേ. ലങ്സ് എന്തായിരിക്കും റിമൂവ് ചെയ്യുന്നത്? ലങ്സ് എന്തായിരിക്കും നമ്മുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മള് റെസ്പിറേഷൻ നടക്കുമ്പോൾ നമ്മളുടെ ബോഡിയിലേക്ക് എന്ത് ചെയ്യുന്നു? നമ്മുടെ ബോഡിയിൽ ആവശ്യമില്ലാത്ത കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ എക്സ്പെൽ ചെയ്ത് പുറത്തേക്ക് കളയുന്നുണ്ട്. അതുപോലെ വളരെ ചെറിയ എമൗണ്ട് വാട്ടറും ഈ പറയുന്ന ലങ്സിലൂടെ പുറത്തേക്ക് പോകുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് പാർട്ട് ഏതായിരിക്കും? ലിവർ അല്ലെ. ലിവർ എന്ന് പറയുന്നത് നമ്മളുടെ എക്സ്ക്രീഷനിൽ ഒരു മെയിൻ റോൾ ഉള്ള ഒരു ഓർഗൻ ആണ് നമ്മളുടെ ലിവർ എന്ന് പറയുന്നത്. ഈ ലിവർ എന്തിനു വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നേ? ലിവർ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനാന്ന് ചോദിച്ചാല് യൂറിയയുടെ ഫോർമേഷന് വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? യൂറിയയുടെ ഫോർമേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പാർട്ടാണ് എന്തെന്ന് പറയുന്നത്? നമ്മളുടെ ലിവർ. ഇനി ഹ്യൂമൻ ബീങ്സിന്റെ കേസിൽ ഏറ്റവും കൂടുതലായിട്ട്, അതായത് ഏറ്റവും നമ്മളുടെ ഒരു എക്സ്ക്രീഷനിൽ നമുക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു പാർട്ടുണ്ട്. അത് ഏതായിരിക്കും? നമ്മുടെ കിഡ്നി അല്ലെ. നമ്മുടെ കിഡ്നിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നമ്മളുടെ എക്സ്ക്രീഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ് എന്തെന്ന് പറയുന്നത്? നമ്മളുടെ കിഡ്നി എന്ന് പറയുന്നത്. ഈ കിഡ്നിയിലൂടെ എന്തൊക്കെയായിരിക്കും റിമൂവ് ചെയ്യുന്നത്? ഒബ്വിയസ്ലി നമുക്കറിയാം നമ്മളുടെ കിഡ്നിയാണ് എന്ത് ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്? എന്തിനാ കിഡ്നി സഹായിക്കുന്നത്? എന്തിന്റെ ഫോർമേഷനാ കിഡ്നി സഹായിക്കുന്നത്? യൂറിന്റെ ഫോർമേഷന് സഹായിക്കും. ഈ യൂറിൻ വഴി എന്തൊക്കെയായിരിക്കും പുറത്തേക്ക് പോകുന്നത്? അതിൽ വെള്ളം ഉണ്ടായിരിക്കും. അതുപോലെ നമ്മളുടെ ബോഡിയിൽ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് ബോഡിക്ക് ആവശ്യമില്ലാത്ത സോൾട്ടുകൾ ഉണ്ടായിരിക്കും. അതുപോലെ യൂറിയ, മെയിൻ ആയിട്ടുള്ള എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് ആണ് ഹ്യൂമൻ ബീങ്സിലെ യൂറിയ. ഇതൊക്കെ റിമൂവ് ചെയ്യുന്ന ആരായിരിക്കും? നമ്മളുടെ കിഡ്നി ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മളിപ്പം ഈ ഒരു ചാർട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ എക്സാമുകൾക്കും നമ്മുടെ ഏതൊക്കെയാണ് എക്സ്ക്രീറ്ററി പാർട്ട് എന്നും അതുപോലെ തന്നെ അല്ലെങ്കിൽ എക്സ്ക്രീറ്ററി ഓർഗൻസ് ഏതാണെന്നും ഏതൊക്കെ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റുകളാണ് ഈ ഓരോരോ പാർട്ടിലൂടെയും റിമൂവ് ചെയ്യുന്നതെന്നും എല്ലാ വർഷവും ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. അതുകൊണ്ട് ഈ പോർഷൻ നിങ്ങൾ പഠിക്കാതെ എന്ത് ചെയ്യരുത്? പോകാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഓരോരോ ഭാഗങ്ങളും എങ്ങനെയാണ് നമ്മളുടെ എക്സ്ക്രീഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ പോർഷൻ മനസ്സിലായില്ലേ എല്ലാവർക്കും? ക്ലിയർ അല്ലേ? ഈ ഒരു ഇമേജ് നിങ്ങൾക്ക് കാണാലോ. ഇത് ഏതാ പോർഷൻ? ഇത് ഏതാ ഓർഗൻ? ഈ ഓർഗൻ ഏതാ? പെട്ടെന്ന് ആൻസർ പറ. ഈ ഓർഗൻ ഏതാ? ലിവർ ആണ് ഈ ഓർഗൻ അല്ലെ. ഈ ഓർഗൻ ആണ് നമ്മുടെ ലിവർ. ഈ ലിവറിന്റെ പ്രത്യേകത എന്താണ്? അല്ലെങ്കിൽ ലിവർ എങ്ങനെയാണ് നമ്മുടെ എക്സ്ക്രീഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മളുടെ ബോഡിയിൽ പല രീതിയിൽ എന്ത് സബ്സ്റ്റൻസ് എത്തുന്നുണ്ട്? ടോക്സിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് എത്തുന്നുണ്ട്. അതായത് ടോക്സിക്, നമ്മുടെ ബോഡിക്ക് ഹൈലി ടോക്സിക് ആയിട്ടുള്ള പല പല സബ്സ്റ്റൻസുകളും നമ്മളുടെ സെല്ലിനകത്തെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടും വരുന്നുണ്ട്. അല്ലാതെ എന്ത് വരുന്നുണ്ട്? ഈ പറയുന്ന ലിവറിലേക്ക് ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസ് വരുന്നുണ്ട്. അതായത് ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ വരുന്നുണ്ട്. ഈ ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസുകളെ വളരെ ലൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് മൈന്യൂട്ട് ലെവലിലുള്ള നോൺ ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺടോക്സിക് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആക്കി കൺവേർട്ട് ചെയ്യുന്നതിൽ മേജർ റോൾ വഹിക്കുന്ന ഓർഗൻ ആണ് എന്തെന്ന് പറയുന്നത്? നമ്മളുടെ ലിവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ലിവർ എങ്ങനെയാണ് നമ്മളുടെ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റില് അല്ലെങ്കിൽ എക്സ്ക്രീഷന് ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പം ഈ ലിവറിന്റെ കേസിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മളുടെ ബോഡിയിൽ സെൽസിൽ പലതരത്തിലുള്ള പ്രോട്ടീൻസ് ഒക്കെ ഫോം ചെയ്യുന്നുണ്ട്. ഈ പ്രോട്ടീൻസിന് എന്ത് സംഭവിക്കും? ബ്രേക്ക് ഡൗൺ സംഭവിക്കും. ഓക്കെ, ഈ പ്രോട്ടീൻസിന് ബ്രേക്ക് ഡൗൺ സംഭവിച്ചിട്ട് എന്ത് നടക്കും? അതായത് ലിവറിൽ നമ്മളുടെ സെൽസിൽ, അതായത് നോട്ട് ലിവർ, ഇൻ അവർ സെൽസ്, അതായത് നമ്മുടെ സെൽസിൽ പലതരത്തിലുള്ള എന്ത് ഫോം ചെയ്യുന്നുണ്ട്? പ്രോട്ടീൻസ് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ പ്രോട്ടീൻസിന് ബ്രേക്ക് ഡൗൺ സംഭവിച്ചിട്ട് എന്ത് ഫോം ചെയ്യും? അമിനോ ആസിഡ്സ് ഫോം ചെയ്യും. ഓക്കെ,
ഈ അമിനോ ആസിഡ്സിന് വീണ്ടും ബ്രേക്ക് ഡൗൺ നടന്നിട്ടാണ് അമോണിയ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ്, ഹൈലി ടോക്സിക് ആയിട്ടുള്ള അമോണിയ ഫോം ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഹൈലി ടോക്സിക് ആയിട്ടുള്ള അമോണിയ ഫോം ചെയ്യുന്നത്. ഈ ഹൈലി ടോക്സിക് ആയിട്ടുള്ള അമോണിയ നമ്മളുടെ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് ഹൈലി ടോക്സിക് ആണ്. അത് ചിലപ്പോൾ നമ്മുടെ ബോഡിയിലൊക്കെ എന്താണ് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡെത്തിലേക്ക് വരെ എന്ത് ചെയ്യാൻ പറ്റും, ലീഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഈ അമോണിയനെ എന്ത് ചെയ്യണം, ഡീടോക്സിഫിക്കേഷൻ നടത്തണം. അതായത് ഈ അമോണിയനെ ലെസ് ടോക്സിക് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഈ ഹൈലി ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടായി കഴിയുമ്പോഴേക്കും നമ്മുടെ സെൽസിൽ നിന്നും ഈ പറഞ്ഞ ലിവറിലേക്ക് ആരെത്തും, അമോണിയ എത്തും. ഈ അമോണിയ അവിടെ എത്തിക്കഴിഞ്ഞു കഴിയുമ്പം ഈ അമോണിയ അവിടുത്തെ കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ വാട്ടറും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യും, കൂടിച്ചേർന്നിട്ട് എന്ത് സംഭവിക്കും, അവിടെ യൂറിയ ഫോം ചെയ്യും. ഇങ്ങനെയാണ് ലിവറിൽ എന്ത് ഫോം ചെയ്യുന്നത്, യൂറിയ ഫോം ചെയ്യുന്നത്. അതായത് സെൽസിൽ ഉണ്ടാവുന്ന പ്രോട്ടീൻസ് അവിടെ വെച്ച് അതിന് ബ്രേക്ക് ഡൗൺ നടക്കുന്നു. അപ്പോൾ അവിടെ അമിനോ ആസിഡ്സ് ഫോം ചെയ്യുന്നു. ഈ അമിനോ ആസിഡ്സ് എന്താക്കി മാറുന്നു, അമോണിയ ആയിട്ട് മാറുന്നു. ഈ അമോണിയയ്ക്ക് എന്ത് സംഭവിക്കുന്നു, ഈ അമോണിയ ഈ സെൽസിൽ നിന്നും നമ്മുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഓർഗൻ, അതായത് നമ്മളുടെ എക്സ്ക്രീറ്ററി ഓർഗൻ ആയിട്ടുള്ള ലിവറിലേക്ക് എത്തുന്നു. ഈ ലിവർ എന്ത് സംഭവിക്കുന്നു, ഈ ലിവർ വെച്ചിട്ട് ഈ അമോണിയ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ട് കൂടി ചേർന്ന് സ്പെസിഫിക് ആയിട്ടുള്ള എൻസൈംസിന്റെ ഹെൽപ്പോട് കൂടി യൂറിയ ആയിട്ട് മാറുന്നു. ഈ പറഞ്ഞ യൂറിയയുടെ ഫോർമേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ലിവറിന്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് എല്ലാ തവണയും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ലിവറിന്റെ വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ലിവർ ഇൻ ദി എക്സ്ക്രീറ്ററി പ്രോസസ് എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പം അത് നിങ്ങൾ പഠിച്ചിട്ട് മാത്രമേ പോകാവുള്ളൂ. അപ്പം ഈ ലിവർ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്, നമ്മളെ എങ്ങനെയാ ഹെൽപ്പ് ചെയ്യുന്നേ? അതായത് ലിവർ എന്ത് സംഭവിക്കും, ഹൈലി ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ ലെസ് ടോക്സിക് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആയിട്ട് എന്ത് ചെയ്യുവാണ്, കൺവേർട്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പം ഇത്രയും ഈ പ്രോസസ്സാണ് ഞാനിപ്പോ പറഞ്ഞത്. അപ്പൊ നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷൻ, അതായത് അമോണിയ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ ഗീവ്സ് യൂറിയ ഇൻ ദ പ്രസൻസ് ഓഫ് ആൻ എൻസൈം, അതായത് കുറച്ച് എൻസൈംസിന്റെ പ്രസൻസോട് കൂടിയാണ് ഈ പറയുന്ന പ്രോസസ്സുകൾ നടക്കുന്നത് എന്ന് തന്നെ നമ്മൾ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്തിരിക്കണം. അപ്പൊ ഈ ഒരു രീതിയിലാണ് ലിവർ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നത്, എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റിന്റെ റിലീസിന് അല്ലെങ്കിൽ ഈ പറഞ്ഞ യൂറിയയുടെ ഫോർമേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ ഈ പോർഷനിൽ നിന്നും? പിന്നെ അടുത്തതാണ് നമ്മളുടെ ബോഡിയിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഓർഗൻ ഏതാ? നമ്മുടെ സ്കിന്ന് അല്ലെ. ഈ സ്കിന്നിന് ഒരു പ്രത്യേകതയുണ്ട്. നമുക്കറിയാം നമ്മളുടെ ബോഡിയിൽ എന്തെങ്കിലും തരത്തിലുള്ള വേസ്റ്റ് മെറ്റീരിയലിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ പറഞ്ഞ സ്കിന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ സ്കിൻ എങ്ങനെയായിരിക്കും ഈ പറഞ്ഞ പ്രോസസ്സിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്? അതായത് നമ്മളുടെ ബോഡിയിലെ എന്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഏത് ടൈപ്പ് ഓഫ് വേസ്റ്റ് മെറ്റീരിയൽസ് ആണ് ഇത് റിമൂവ് ചെയ്ത് കളയുന്നത്? വാട്ടറും സോൾട്ടും അല്ലെ. വാട്ടറും സോൾട്ടും ആണ് ഇത് റിമൂവ് ചെയ്യുന്നത്. അപ്പം അത് ഏത് ഫോമിലായിരിക്കും, അതിനെയാണ് നമ്മൾ സ്വെറ്റ് എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ സ്വെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അറിയേണ്ടേ ഇത് എങ്ങനെയാണ് നമ്മളുടെ ബോഡിയിൽ ഈ സ്വെറ്റ് ഫോം ചെയ്യുന്നതെന്ന്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, നമ്മുടെ ഈ ഒരു റീജിയണിലായിട്ട്, ഒരു മിനിറ്റ്, അതായത് നമുക്കിവിടെ കാണാൻ പറ്റും നമ്മളുടെ സ്വെറ്റ് ഗ്ലാൻസ്. ഈ ഒരു ടീച്ചർ റൗണ്ട് ചെയ്ത പോർഷൻ ആണ് നമ്മുടെ സ്വെറ്റ് ഗ്ലാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സ്വെറ്റ് ഗ്ലാൻസിനെ സറൗണ്ട് ചെയ്തിട്ട് എന്തുണ്ടായിരിക്കും, കുറെ ബ്ലഡ് ക്യാപ്പിലറീസ് ഉണ്ടായിരിക്കും. അതായത് കുറെ ബ്ലഡ് ക്യാപ്പിലറീസ് ഇതിനെ ഇങ്ങനെ സറൗണ്ട് ചെയ്ത് കുറെ ബ്ലഡ് ക്യാപ്പിലറീസ് ഉണ്ടായിരിക്കും. ഈ ബ്ലഡ് ക്യാപ്പിലറീസിലൂടെ എന്തുണ്ടായിരിക്കും, ബ്ലഡ് പോകുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ബ്ലഡ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പം നമ്മളുടെ ബോഡിയിൽ എക്സസ് ആയിട്ടുള്ള വാട്ടറും അതുപോലെ തന്നെ സോൾട്ടും ഒക്കെ എങ്ങോട്ടേക്ക് എൻറ്റർ ചെയ്യും, ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ ഈ പറയുന്ന വാട്ടറും സോൾട്ടും ബ്ലഡ് ക്യാപ്പിലറീസിലേക്ക് എൻറ്റർ ചെയ്യും. ഇങ്ങനെ ബ്ലഡ് ക്യാപ്പിലറീസിലേക്ക് എൻറ്റർ ചെയ്ത് കഴിയുമ്പോഴാണ് അത് സ്വെറ്റ് ആയിട്ട് നമ്മളുടെ ബോഡിയുടെ ഔട്ട്സൈഡിൽ ചെറിയ സ്വെറ്റ് ഡ്രോപ്സ് ആയിട്ട് കാണുന്നത്. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മളുടെ ബോഡിയിൽ എന്ത് ഫോം ചെയ്യുന്നത്, സ്വെറ്റ് ഫോം ചെയ്യുന്നത്.
അപ്പൊ സ്വെറ്റ് ഗ്ലാൻസിനെ സറൗണ്ട് ചെയ്തിട്ട് പലതരത്തിലുള്ള ബ്ലഡ് കാപ്പിലറീസ് ഉണ്ട്. ആ ബ്ലഡ് കാപ്പിലറീസ് വഴി എന്താണ് നമ്മളുടെ ബോഡിയിൽ എക്സസ് ആയിട്ട് വരുന്ന സോൾട്ടും വാട്ടറും എങ്ങോട്ടേക്ക് എൻ്റർ ചെയ്യും? സ്വെറ്റ് ഗ്ലാൻസിലേക്ക് എൻ്റർ ചെയ്യും. ഈ സ്വെറ്റ് ഗ്ലാൻസിൽ നിന്നും ഇങ്ങനെ എൻ്റർ ചെയ്ത വാട്ടറും സോൾട്ടുമാണ് എന്തായിട്ട് ഫോം ചെയ്യുന്നത്? സ്വെറ്റ് ഡ്രോപ്സ് ആയിട്ട് നമ്മുടെ സ്കിന്നിന്റെ സർഫസിൽ കാണപ്പെടുന്നത്. ഇങ്ങനെ നമ്മുടെ ബോഡിയിൽ സ്വെറ്റ് ഫോം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വളരെ ഒരു ഉപകാരം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ ടെമ്പറേച്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? നമ്മുടെ സ്കിന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം സ്കിൻ എങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യുന്നത് മനസ്സിലായില്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ, ഇനിയും നമ്മുടെ ബോഡിയിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ ബോഡിയിൽ നമ്മളുടെ എക്സ്ക്രീഷനിൽ തന്നെ ഹ്യൂമൻ ബീങ്സിന്റെ കേസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാർട്ടാണ് എന്തെന്ന് പറയുന്നത്? എവിടെ? നമ്മുടെ കിഡ്നി അല്ലെ? നിങ്ങളെല്ലാം കിഡ്നി ഒക്കെ കണ്ടിട്ടുണ്ടല്ലേ? എവിടെയാണ് ഇത് ഇരിക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. എവിടെയാണ് കിഡ്നി പ്ലേസ് അല്ലെങ്കിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? എവിടെയാണ് നമ്മുടെ ബോഡിയിൽ? നമ്മുടെ ബോഡിയിൽ നമ്മളുടെ അബ്ഡോമിനൽ ക്യാവിറ്റി, അതായത് നമ്മളുടെ അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ നമ്മുടെ വേർട്ടിബ്രൽ കോളത്തിന്റെ രണ്ട് സൈഡിലായിട്ട്, അതായത് ഈ ഒരു ഇമേജിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നമ്മളുടെ വേർട്ടിബ്രൽ കോളത്തിന്റെ ഇതാണ് നമ്മളുടെ വേർട്ടിബ്രൽ കോളം. അതിന്റെ രണ്ട് സൈഡിലുമായിട്ടാണ് ആരിയ്ക്കുന്നത്? നമ്മുടെ കിഡ്നി ഇരിക്കുന്നത്. അപ്പൊ ഈ കിഡ്നി എങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു എക്സ്ക്രീഷന് അല്ലെങ്കിൽ എക്സ്ക്രീഷന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് യൂറിൻ വഴി നമ്മളുടെ ബോഡിയിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് പുറത്തേക്ക് പോകുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വരുന്ന ടോപ്പിക്കുകൾ, അതായത് കിഡ്നിയുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇനി ടീച്ചർ പറയാൻ പോകുന്ന എല്ലാ ടോപ്പിക്കുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എല്ലാ തവണത്തെയും ക്വസ്റ്റ്യനിൽ നമുക്ക് പല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഓരോ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞു പോകാം. അപ്പം ഇതാണ് നമ്മളൊരു കിഡ്നി നമ്മൾ നോക്കുവാണെങ്കിൽ, ഈ ഒരു കിഡ്നിയുടെ സ്ട്രക്ചർ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു രീതിയിലാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് രണ്ട് കിഡ്നി ഉണ്ടെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പം കിഡ്നിയുടെ മേജർ ഫംഗ്ഷൻ ആയിട്ട് എന്താണ്, അല്ലെങ്കിൽ കിഡ്നിയുടെ മേജർ ഫംഗ്ഷൻ എന്താണ്? നമ്മളുടെ ബ്ലഡിൽ നിന്നും നമ്മുടെ അൺവാണ്ടഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ ഒക്കെ മാറ്റി അവിടെ നിന്നും യൂറിനെ ഫോം ചെയ്ത ആ യൂറിനെ നമ്മളുടെ ബോഡിയിൽ നിന്നും റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ യൂറിന്റെ ഫോർമേഷൻ ആണ് മേജർ ആയിട്ടുള്ള എന്തിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? നമ്മുടെ കിഡ്നിയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ കാണാൻ പറ്റും രണ്ട് കിഡ്നി ഉണ്ട്. ഒരു ബീൻ ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് കിഡ്നി എന്ന് പറയുന്നത്. നല്ല ബ്രൗണിഷ് റെഡ് ആ ഒരു കളറാണ് നമുക്ക് ഈ പറയുന്ന കിഡ്നിക്കുള്ളത്. ഇതൊക്കെ നിങ്ങൾക്ക് ചെറുപ്പം തൊട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പം ഇതിന്റെ അകത്തേക്ക് നമ്മുടെ കിഡ്നിക്ക് യൂറിൻ ഫോർമേഷൻ നടക്കണമെങ്കിൽ ബ്ലഡ് വന്നല്ലേ പറ്റത്തുള്ളൂ അല്ലെ? ഈ ബ്ലഡ് വരണമെന്നുണ്ടെങ്കിൽ എവിടുന്ന്? നമ്മളുടെ പല പല ബോഡി പാർട്സിൽ നിന്നും എന്ത് വരണം? ബ്ലഡ് വരണം. ഓക്കെ, അത്തരത്തില് നമ്മളുടെ കിഡ്നിയുടെ അകത്തേക്ക് ബ്ലഡ് കൊണ്ടുവരുന്ന ആ ഒരു പോർഷനെയാണ് നമ്മൾ റീനൽ ആർട്ടറി എന്ന് പറയുന്നത്. ഓക്കെ, റീനൽ ആർട്ടറി എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാണ് നമ്മളുടെ ഇതാണ് റീനൽ ആർട്ടറി. ഓക്കെ, ഇതാണ് റീനൽ ആർട്ടറി. ഈ റീനൽ ആർട്ടറി വഴിയാണ് നമ്മളുടെ ബോഡിയിൽ നിന്നും എങ്ങോട്ടേക്ക്? കിഡ്നിയുടെ അകത്തേക്ക് ബ്ലഡ് വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് തോന്നാം വേറൊരു ബ്ലൂ കളർ ആയിട്ടുള്ള ഒരു ബ്ലഡ് വെസലൂടെ നമുക്ക് കാണാൻ പറ്റും അല്ലെ ഇതിനകത്ത്. അപ്പൊ ഈ ബ്ലഡ് വെസൽ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് ഇതിനകത്ത് കാണാം റീനൽ ആർട്ടറി എന്ന് പറയുന്നത് ബ്ലഡിനെ അകത്തേക്ക് കൊണ്ടുപോകാനാണെങ്കിൽ ഈ പറയുന്ന ഫിൽട്രേഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന ബ്ലഡിനെ പുറത്തേക്ക് കൊണ്ടുവരണ്ടേ. അപ്പൊ ഇത്തരത്തില് ബ്ലഡിനെ, അതായത് പ്യൂരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞ ക്ലിയർ ആയിട്ടുള്ള ബ്ലഡിനെ കൊണ്ടുവരുന്ന പോർഷനാണ് ആരെന്ന് പറയുന്നത്? നമ്മളുടെ റീനൽ വെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, റീനൽ വെയിൻ എന്ന് പറയുന്നത് അതാണ് നമ്മളുടെ കിഡ്നിയിൽ നിന്നും പുറത്തേക്ക് ബോഡി പാർട്സിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്ന പോർഷനാണ് ആര്? റീനൽ വെയിൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത പോർഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇത് സ്ട്രക്ചർ നോക്കുമ്പോൾ മനസ്സിലാവും. ഇനി നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ, അതായത് കിഡ്നിയുടെ അകത്ത് നിന്നും ഒരു രണ്ട് സൈഡിൽ നിന്നും എന്ത് വരുന്നുണ്ട്? ഒരു ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ട്. ഈ ട്യൂബ് ലൈക്ക് സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് എന്ത്? യുറേറ്റർ എന്ന് പറയുന്നത്. എന്താ പറയുന്നേ? യുറേറ്റർ. അതായത് ഈ യുറേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ബോഡിയിൽ എന്ത് ഫോം ചെയ്യും?
നമ്മളുടെ കിഡ്നിക്കകത്ത് യൂറിൻ ഫോർമേഷൻ ഒക്കെ നടന്നു കഴിയുമ്പോഴേക്കും ഈ യൂറിനെ ക്യാരി ചെയ്യുന്ന ആ ഒരു ട്യൂബിനെ പറയുന്ന പേരാണ് യുറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, യുറേറ്റർ എന്ന് പറയുന്നത്. അപ്പം നമുക്കൊരു സംശയം തോന്നാം, ഈ ക്യാരി ചെയ്തുകൊണ്ട് വരുന്ന ഈ യൂറിനെ ക്യാരി ചെയ്തുകൊണ്ടിരുന്ന ഈ യുറേറ്റർ എവിടെയാണ് എൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന യൂറിൻ എങ്ങോട്ടേക്കായിരിക്കും പിന്നെ പോയി സ്റ്റോർ ചെയ്യുന്നത്? അപ്പൊ അടുത്ത പോർഷനാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, വലിയൊരു യൂറിനറി ബ്ലാഡർ. അതായത് ഈ ബ്ലാഡറിലാണ് എന്ത് സ്റ്റോർ ചെയ്യുന്നത്? ഫോം ചെയ്ത യൂറിൻ എല്ലാം കൊണ്ടുവന്ന് എന്ത് ചെയ്യുന്നത്? സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അത് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ടൈമിലേക്ക് മാത്രമായിരിക്കും ഈ സ്റ്റോറേജ് നടക്കുന്നത്. ഇതിൽ കംപ്ലീറ്റ്ലി ഇത് ഈ ഒരു യൂറിനറി ബ്ലാഡറിന് എന്ത് ചെയ്യാൻ പറ്റുന്ന, സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതിന്റെ മിനിമം അല്ലെങ്കിൽ മാക്സിമം കപ്പാസിറ്റി എത്തിക്കഴിയുമ്പോഴേക്കും ഈ പറഞ്ഞ ലാസ്റ്റ് യുറേത്ര വഴി എന്ത് സംഭവിക്കും? പുറത്തേക്ക് യൂറിൻ പോകും അല്ലെ? ഇതാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ ആയിട്ട് നമുക്ക് പറയുന്നത്. ബ്ലഡ് അകത്തേക്ക് വരാൻ വേണ്ടിയിട്ട് റീനൽ ആർട്ടറി ഉണ്ട്. പ്യൂരിഫൈ ചെയ്ത ബ്ലഡ് അല്ലെങ്കിൽ എല്ലാ പ്രോസസ്സും കഴിഞ്ഞ ബ്ലഡ് ബോഡിയുടെ ഡിഫറെന്റ് പാർട്സിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് റീനൽ വെയിൻ ഉണ്ട്. അതുപോലെ ഉണ്ടായ യൂറിനെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ആയിട്ടുള്ള യുറേറ്റർ ഉണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഫോം ചെയ്ത യൂറിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് യൂറിനറി ബ്ലാഡർ ഉണ്ട്. യൂറിനറി ബ്ലാഡറിൽ നിന്നും അതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കപ്പാസിറ്റി, അതായത് ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി കഴിയുമ്പോഴേക്കും എന്ത് സംഭവിക്കും? യൂറിൻ നമ്മുടെ യുറേത്ര വഴി പുറത്തേക്ക് പോകും. ഇങ്ങനെയാണ് നോർമൽ ആയിട്ടുള്ള നമ്മളുടെ ഒരു കിഡ്നിയുടെ ഒരു പുറത്തു നിന്നൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇമേജസ് തന്നിട്ട് പാർട്സ് ലേബൽ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ചോദിക്കാറുണ്ട്. അതായത് ഈ പറഞ്ഞ ഓരോ പാർട്സും, അതായത് ഈ പാർട്ട്, ഓരോരോ പാർട്ടുകൾ ഏതാണ്, അതായത് ഇതിനകത്ത് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതൊന്നും തന്നെ പാർട്സ് ലേബൽ ആയിരിക്കത്തില്ല. അപ്പൊ നമ്മളോട് തന്നെ ലേബൽ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ബയോളജിയിൽ ഒരു കാരണവശാലും നിങ്ങൾ അവോയ്ഡ് ചെയ്യരുത് ഒരു സ്ട്രക്ചേഴ്സും. കാരണം ബയോളജിയിൽ സ്ട്രക്ചർ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കത്തേ ഇല്ല. അത് നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കണം. കാരണം എല്ലാ ചാപ്റ്ററിലും കുറെ സ്ട്രക്ചേഴ്സ് ഉണ്ട്. പക്ഷെ എല്ലാ ചാപ്റ്ററിലെയും സ്ട്രക്ചേഴ്സ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മൾ പഠിച്ചേ പറ്റത്തുള്ളൂ. അപ്പം ഇങ്ങനെ ഉള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇനി നമ്മളൊരു എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് നമ്മളിപ്പോ പറഞ്ഞു പോയത്. ഇനി നമുക്കതിന്റെ ഇന്റേണൽ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിലേക്കും കൂടി എന്ത് ചെയ്യണം? ഒന്ന് നോക്കണം അല്ലെ? അതായത് ഇന്റേണൽ ആയിട്ട് ഈ പറഞ്ഞ കിഡ്നിക്കകത്ത് എന്താണുള്ളത് എന്തെന്നൊക്കെ നമുക്ക് അറിയണം. അപ്പൊ നമ്മൾ ഇന്റേണലി നമ്മൾ നോക്കുവാണെങ്കിൽ ഇതാണ് നമ്മളൊരു കിഡ്നി നമ്മൾ ഓപ്പൺ ചെയ്ത് നമ്മൾ അതിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. അതായത് ഈ ഒരു ഫോമിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? നമുക്ക് കിഡ്നിനെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പം ഈ ഒരു രീതിയിലാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. നമുക്ക് ഇതിനകത്ത് പല പല സ്ട്രക്ചേഴ്സ് ഒക്കെ കാണാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു സ്ട്രക്ചേഴ്സ് ഒക്കെ എന്താണെന്നും ഏതാണെന്നും ഒക്കെ നമുക്ക് പറഞ്ഞുതരാം, ടീച്ചർ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഇതിന്റെ ഔട്ടർ ആയിട്ടുള്ള റീജിയൻ ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ളതും എന്നാൽ ഇന്നർ ആയിട്ടുള്ള റീജിയൻ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള കളറും ആയിരിക്കും കാണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഈ ഔട്ടർ ആയിട്ടുള്ള റീജിയനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഈ ഔട്ടർ ആയിട്ട് കാണപ്പെടുന്ന റീജിയൻ ആണ് കോർട്ടെക്സ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, കോർട്ടെക്സ് ഔട്ടർ ആയിട്ട് കാണപ്പെടുന്ന റീജിയനെ പറയുന്ന പേരാണ് കോർട്ടെക്സ്. ഇന്നർ ആയിട്ട് കാണപ്പെടുന്ന അല്ലെങ്കിൽ ഈ ഒരു ലൈറ്റ് ഷെയ്ഡിൽ കാണപ്പെടുന്ന സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് മെഡുല്ല എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇന്നർ ആയിട്ട് കുറച്ച് വളരെ ലൈറ്റ് കളേർഡിൽ കാണപ്പെടുന്ന സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് മെഡുല്ല. ഔട്ടർ കോർട്ടെക്സ്, ഇന്നർ മെഡുല്ല. ഇത് നിങ്ങൾ ഓർത്ത് വെച്ചോണം. കാരണം ഇതും സ്ട്രക്ചർ തന്നിട്ട് അടയാളപ്പെടുത്താൻ അല്ലെങ്കിൽ ലേബൽ ചെയ്യാനൊക്കെ പറയാറുണ്ട്. അപ്പം ഔട്ടർ ആയിട്ട് കാണപ്പെടുന്ന പോർഷനെ പറയുന്ന പേരാണ് കോർട്ടെക്സ്. ഇന്നർ ആയിട്ടുള്ള റീജിയനെ അല്ലെങ്കിൽ ലൈറ്റ് കളറിൽ കാണപ്പെടുന്ന പോർഷനെ പറയുന്ന പേരാണ് മെഡുല്ല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഔട്ടർ കോർട്ടെക്സും ഇന്നർ മെഡുല്ലയിലെയും അതായത് ഈ ഒരു പോർഷൻ മാത്രം നമ്മൾ ഇങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന സ്ട്രക്ചർ ആണ് ഈ കാണിച്ചേക്കുന്നത്. അതായത് നമ്മൾ ഈ ഒരു പോർഷനെ മാത്രം നമ്മൾ ഒന്ന് ലാർജ് ആയിട്ട് എടുത്തു വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ് ഈ പറഞ്ഞ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സ്ട്രക്ചർ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകാം ഇതിന്റെ അകത്ത് എന്തൊക്കെയോ ഒരു സ്ട്രക്ചർ അല്ലെ, ഏതൊക്കെയോ ഒരു രൂപം ഇതിന്റെ അകത്ത് കാണാൻ പറ്റും. വേറെ എന്തൊക്കെയോ അതിനകത്ത് ഒരു കുഴല് പോലെയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു കുഴല് പോലെ കാണുന്ന പാർട്ടാണ് ശരിക്കും
കിഡ്നിയുടെ ഫംഗ്ഷനെ അല്ലെങ്കിൽ കിഡ്നീനെ കിഡ്നി ആക്കുന്നത് ആരാണ്? ഈ പറഞ്ഞ നമ്മുടെ ഈ ഒരു ട്യൂബ്യൂൾസുകളാണ്, അല്ലെങ്കിൽ ഈ ഒരു സ്ട്രക്ചർ ആണ്. ഈ സ്ട്രക്ചറിന്റെ പേര് ആർക്കെങ്കിലും അറിയാവോ? ആ ഒരു സ്ട്രക്ചറിനെ എല്ലാവരും ചെയ്ത് വെച്ചേക്കുന്ന ഇമേജ് ആണിത്. ഇതെന്താന്ന് നിങ്ങൾക്ക് അറിയാവോ? ഒന്ന് പറയാവോ ഇതെന്താന്ന് പെട്ടെന്ന്? ദേവിക, വെരി ഗുഡ്. നെഫ്രോൺ ആണല്ലേ, നമ്മുടെ നെഫ്രോൺ ആണിത്. അതായത് നെഫ്രോൺ എന്ന് പറയുന്നത് നമ്മുടെ കിഡ്നിയുടെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആണ്. എന്തെന്ന് പറയുന്നത്? നമ്മുടെ നെഫ്രോൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ നെഫ്രോണിന്റെ ഈ ഒരു സ്ട്രക്ചർ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ചില റീജിയൻസ് ലൈറ്റ് കളേർഡ് ആയിട്ടുള്ള റീജിയൻസിലും ചിലതൊക്കെ ഡാർക്ക് കളേർഡ് ആയിട്ടുള്ള റീജിയൻസിലും ഒക്കെ ആയിരിക്കും കാണപ്പെടുന്നത്, അല്ലെ? ചിലതൊക്കെ ഡാർക്ക് കളേർഡ് റീജിയൻസിലും ചിലത് ലൈറ്റ് കളേർഡ് ആയിട്ടുള്ള റീജിയൻസിലും ആയിരിക്കും കാണപ്പെടുന്നത്. അപ്പൊ ഈ പറഞ്ഞ നമ്മളുടെ ഈ ഒരു ഇമേജ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാകും, നമ്മളുടെ ഈ ഒരു പോർഷൻ, അതായത് ഈ ഒരു റീജിയൻസ് കാണപ്പെടുന്നത് ലൈറ്റ് റീജിയൻസിലും ഈ ഒരു റീജിയൻ കാണപ്പെടുന്നത് ഹൈലി ഡാർക്ക് ആയിട്ടുള്ള റീജിയൻസിലുമായിരിക്കും കാണപ്പെടുന്നത്. അപ്പം ഈ റീജിയൺ ഏതായിരുന്നു? ഔട്ടർ റീജിയൺ ആണ്. അതാണ് കോർട്ടെക്സ് എന്ന് പറയുന്നത്. അതായത് ഔട്ടർ ആണ് എന്തെന്ന് പറയുന്നത്? കോർട്ടെക്സ്. ഈ ഇന്നർ റീജിയനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? മെഡുല്ല എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഔട്ടർ റീജിയണിൽ കാണപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ നെഫ്രോണിന്റെ അൾട്രാ ഫിൽട്രേഷൻ യൂണിറ്റ് എന്ന് പറയുന്നത്. അതായത് അൾട്രാ ഫിൽട്ടേഴ്സ് കാണപ്പെടുന്നത് കോർട്ടെക്സ് റീജിയണിലും, എന്നാൽ അതിന്റെ റീനൽ ട്യൂബ്യൂൾസ് അല്ലെങ്കിൽ ട്യൂബുലാർ റീജിയൻസ് കാണപ്പെടുന്നത് മെഡുല്ലാർ റീജിയൻസിലും ആയിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ? അതായത് നമ്മളുടെ ഫിൽട്രേഷൻ നടക്കുന്ന പാർട്ട് കാണപ്പെടുന്നത് കോർട്ടെക്സിലും, എന്നാൽ ഈ പറഞ്ഞ ട്യൂബുലാർ പാർട്ട്, ഈ ട്യൂബുലാർ പാർട്ടിനെ നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? റീനൽ ട്യൂബ്യൂൾസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, റീനൽ ട്യൂബ്യൂൾസ് കാണപ്പെടുന്നത് എവിടെയാണ്? ഈ പറഞ്ഞ മെഡുല്ലാർ റീജിയൻസിലും ആണ്. അപ്പം ഈ പറഞ്ഞ സ്ട്രക്ചേഴ്സ് ഒക്കെ ക്ലിയർ അല്ലേ? അതായത് എന്താണ് ഇപ്പം 3 പോർഷൻസ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഒന്നാമത്തേത് കോർട്ടെക്സ്, രണ്ടാമത്തേത് മെഡുല്ല, പിന്നെ മൂന്നാമതായിട്ട് മറ്റൊരു റീജിയണും കൂടി ഉണ്ട്. അതായത് ഈ ഒരു യൂറിൻ, അതായത് ഈ ഓരോ പാർട്ടിലും ഈ ഓരോ പിരമിഡ്സിലും ഫോം ചെയ്ത യൂറിന് പിന്നീട് യൂറിൻ ഫോർമേഷൻ ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോഴേക്കും വന്ന് വീഴുന്ന ഒരു പാർട്ടുണ്ട്. ആ പാർട്ടാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ പെൽവിസ് എന്ന് പറയുന്നത്. ഇതാണ് ആ റീജിയൺ എന്തെന്ന് പറയുന്നത്? പെൽവിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ റീജിയണിലാണ് എന്ത് സംഭവിക്കുന്നത്? യൂറിൻ ഫോർമേഷൻ നടന്നു കഴിഞ്ഞ് യൂറിന്റെ ഫോർമേഷൻ എല്ലാം നടന്നു കഴിഞ്ഞു കഴിയുമ്പോൾ ഈ ഫോംഡ് ആയിട്ടുള്ള യൂറിൻ പോയി വീഴുന്ന സ്ഥലമാണ് എന്തെന്ന് പറയുന്നത്? പെൽവിസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം, നിങ്ങൾക്ക് അവിടെ സംശയം ചോദിക്കാവുന്നതാണ്. അപ്പം ഇത്രയുമാണ് നമ്മളുടെ എന്തിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമ്മുടെ കിഡ്നിയുടെ ഒരു ഇന്നർ സൈഡ് എടുക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. ഓക്കെ, ഇനിയും നമുക്ക് യൂറിന്റെ ഫോർമേഷൻ എങ്ങനെ നടക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പറഞ്ഞ ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കിഡ്നി ഒരുപാട് വലിയ വലിയ ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട്, അതിന്റെ സ്ട്രക്ചേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി എങ്ങനെയാണ് ഇത് യൂറിന്റെ ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം യൂറിന്റെ ഫോർമേഷൻ എന്ന് പറയുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന മേജർ പാർട്ട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? നമ്മളുടെ നെഫ്രോൺ ആണ് മേജർ ആയിട്ടുള്ള റോള് വഹിക്കുന്നത്. ഓക്കെ, ഈ പറയുന്ന നെഫ്രോൺ ആണ് എന്തിനു ഹെൽപ്പ് ചെയ്യുന്നത്? യൂറിന്റെ ഫോർമേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം ഇതിന്റെ ഫസ്റ്റ് റീജിയൻസ് അല്ലെങ്കിൽ ഓരോ മെയിൻ ആയിട്ട് യൂറിൻ ഫോർമേഷൻ എന്ന് പറയുന്നത് 4 പ്രോസസ്സുകളിലൂടെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 3 പ്രോസസ്സുകളാണ് പറയുന്നത്. അത് ഒന്നാമത്തേതാണ് അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ഒന്നാമത്തെ പ്രോസസ്സാണ് എന്ത്? അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രോസസ്സാണ് റീ അബ്സോർപ്ഷൻ ആൻഡ് സെക്രീഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് റീ അബ്സോർപ്ഷൻ ആൻഡ് സെക്രീഷൻ. മൂന്നാമത്തേതാണ് അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ റീ അബ്സോർപ്ഷനും അതുപോലെ സെക്രീഷനും രണ്ടും സെപ്പറേറ്റ് ആയിട്ടുള്ള പ്രോസസ്സുകളാണ്. പക്ഷെ ഇത് ഒരേ സമയത്ത് തന്നെ നടക്കുന്ന പ്രോസസ്സുകൾ ആയതുകൊണ്ട് നമ്മൾ ഒരുമിച്ചാണ് മെൻഷൻ ചെയ്തേക്കുന്നത്. പിന്നെ ലാസ്റ്റത്തേത് എക്സ്ക്രീഷൻ. അത് യൂറിൻ ഫോർമേഷന്റെ അകത്ത് വരുന്ന സ്റ്റെപ്പ് അല്ല, പക്ഷെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തേ ഉള്ളൂ. നമ്മൾ മെയിൻ ആയിട്ട് യൂറിൻ ഫോർമേഷന്റെ സ്റ്റെപ്പ് നോക്കുമ്പോൾ അൾട്രാ ഫിൽട്രേഷൻ, റീ അബ്സോർപ്ഷൻ, സെക്രീഷൻ, അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ, ഈ 4 സ്റ്റെപ്പാണ് ഓർത്ത് വെക്കേണ്ടത്. ഓക്കെ, ഒന്നാമത്തേത് അൾട്രാ ഫിൽട്രേഷൻ, രണ്ടാമത്തേത് റീ അബ്സോർപ്ഷൻ, മൂന്നാമത്തേത് സെക്രീഷൻ, നാലാമത്തേത്
അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ. അപ്പൊ ഈ പറഞ്ഞ പ്രോസസ്സുകളൊക്കെ ഏതൊക്കെ പോർഷൻസിലാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമുക്കിനി നോക്കാം. അപ്പം ആദ്യത്തെ പ്രോസസ്സാണ് അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അൾട്രാ ഫിൽട്രേഷന് വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന നെഫ്രോണിന്റെ റീജിയനെ ഞാൻ പറഞ്ഞായിരുന്നു. അൾട്രാ ഫിൽട്രേറ്റ്സുകൾ കാണപ്പെടുന്നത് ഏത് റീജിയണിലാണ്? കോർട്ടെക്സ് റീജിയണിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നമ്മളൊരു ലാർജ് ആയിട്ട്, അതായത് നമ്മൾ മുമ്പേ കണ്ട നെഫ്രോണിന്റെ ഈ ഒരു ഫിൽട്രേഷൻ യൂണിറ്റ് അല്ലെങ്കിൽ ഫിൽട്രേറ്റിനെ മാത്രം എടുത്ത് മാറ്റി വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ബ്ലഡ് എന്ത് ചെയ്യുന്നുണ്ട്? എൻറ്റർ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ബ്ലഡ് ഔട്ട്സൈഡിലേക്ക് പോകുന്നുണ്ട്. ഇൻ ബിറ്റ്വീൻ കുറച്ച് പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. അപ്പൊ ഇതെന്തൊക്കെയാണ് നടക്കുന്നത്? ഏത് വഴിയാണ് നമുക്ക് ഈ ഒരു ബ്ലഡിൽ നിന്നും എങ്ങനെയാണ് യൂറിൻ ഫോം ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പം ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മളുടെ അൾട്രാ ഫിൽട്രേഷൻ യൂണിറ്റ് ആണ്. അതായത് അൾട്രാ ഫിൽട്രേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള യൂണിറ്റ് ആണ്. അപ്പൊ എവിടെയായിരിക്കും ഈ പറഞ്ഞ അൾട്രാ ഫിൽട്രേഷൻ നടക്കുന്നത്? അല്ലെങ്കിൽ അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചർ ഏതായിരിക്കും? നിങ്ങൾക്ക് അറിയാം അത് ഏതാണെന്ന്, ഒന്ന് പറയാവോ ഏതാന്ന്? പെട്ടെന്ന് ഏതായിരിക്കും അൾട്രാ ഫിൽട്രേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഇതിലെ സ്ട്രക്ചർ ഏതായിരിക്കും? ഓക്കെ, ഗ്ലോമറുലസ് ആണ് നമ്മളുടെ അൾട്രാ ഫിൽട്രേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നമ്മളുടെ ഫിൽട്രേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മളുടെ ബ്ലഡ് ഈ പറഞ്ഞ ഗ്ലോമറുലസിലേക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോർഷനിലേക്ക് അല്ലെങ്കിൽ നെഫ്രോണിലേക്ക് എൻറ്റർ ചെയ്യുന്നത് അഫറന്റ് ആർട്ടീരിയോൾ എന്ന് പറയുന്ന ഒരു ബ്ലഡ് വെസലിലൂടെ ആയിരിക്കും. ഓക്കെ, അഫറന്റ് ആർട്ടീരിയോൾ ഇവിടെ നമുക്ക് കാണിച്ചിട്ടുണ്ട്. ബ്ലഡ് എൻറ്റേഴ്സ്, ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് അഫറന്റ് ആർട്ടീരിയോൾ എന്ന് പറയുന്നത്. ഓക്കെ, അഫറന്റ് ആർട്ടീരിയോളിലൂടെ എന്ത് ബ്ലഡ് നമ്മളുടെ ഗ്ലോമറുലസിലേക്ക് എത്തും. ഈ ഇതിന്റെ അകത്തേക്ക് നോക്കി കഴിയുമ്പം കുറെ എന്താണ് ഒരു നെറ്റ്വർക്ക് പോലെ അല്ലെങ്കിൽ ഭയങ്കര എന്താണ് കൂടിക്കിടക്കുന്ന കുറെ ബ്ലഡ് വെസൽസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ എന്ത് സംഭവിക്കുമായിരിക്കും ഇതിനകത്ത്? നമ്മളുടെ ബ്ലഡ് എന്ത് ചെയ്യുന്നു? നമ്മളുടെ കിഡ്നിയിൽ എത്തുന്നു. കിഡ്നിയിൽ നിന്നും പൈതിയെ എന്തിലേക്ക്? നമ്മളുടെ ഈ ഒരു റീജിയണിലേക്ക് വരുന്നു. അത് നെഫ്രോണിലേക്ക് വരുന്നു. നെഫ്രോണിൽ എന്ത് സംഭവിക്കുന്നു? ബ്ലഡ് നമ്മളുടെ അഫറന്റ് ആർട്ടീരിയോൾ വഴി നമ്മളുടെ ഈ ഒരു പോർഷനിലേക്ക്, നമ്മളുടെ ഗ്ലോമറുലസിലേക്ക് എൻറ്റർ ചെയ്യുന്നു. ഈ ഗ്ലോമറുലസിൽ എൻറ്റർ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഈ ഗ്ലോമറുലസിൽ എന്തുണ്ട്? ഈ പറഞ്ഞ ബ്ലഡ് വെസൽസിനെല്ലാം തന്നെ ചെറിയ ചെറിയ മൈന്യൂട്ട് പോഴ്സുകളുണ്ട്. അതായത് ചെറിയ പോഴ്സുകളുണ്ട്. ഈ പോഴ്സിലൂടെ ഇതിനെന്ത് സംഭവിക്കും? ഫിൽട്രേഷൻ നടക്കും. അതായത് നമ്മളിപ്പോ ഒരു അരിപ്പയിലൂടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുവാന്ന് വെച്ചു. ആ അരിപ്പയിൽ നിന്ന് വെള്ളം പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒക്കെ പായലോ അല്ലെങ്കിൽ എന്തെങ്കിലും മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന അരിപ്പയിൽ എന്ത് ചെയ്യും? സ്റ്റക്ക് ചെയ്ത് നിൽക്കും. അതുപോലെ നമുക്ക് ഇതിനകത്ത് സംഭവിക്കുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ പറഞ്ഞ ബ്ലഡ് ഈ പറഞ്ഞ നമ്മുടെ ഗ്ലോമറുലസിലേക്ക് വന്നു. ഗ്ലോമറുലസിലേക്ക് വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ലാത്ത, അതായത് എക്സസ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ വാട്ടർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ലിവറിൽ ഫോം ചെയ്ത യൂറിയ ആയിക്കോട്ടെ, ഗ്ലൂക്കോസ് ആയിക്കോട്ടെ, പലതരത്തിലുള്ള അയോൺസ്, അതുപോലെ തന്നെ സോൾട്ട്, ഇതെല്ലാം തന്നെ എന്ത് സംഭവിക്കും? ഈ പറഞ്ഞ ഗ്ലോമറുലസിലേക്ക് എൻറ്റർ ചെയ്യും. എന്നിട്ട് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഓരോരോ പോർഷൻസിലൂടെ അല്ലെങ്കിൽ ഓരോ ബ്ലഡ് വെസൽസിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് എന്ത് സംഭവിക്കും? അവിടെ ഫിൽട്രേഷൻ നടക്കും. ഓൾറെഡി ടീച്ചർ പറഞ്ഞായിരുന്നു ഇതിൻ്റെ അകത്ത് എന്തുണ്ട്? അത് ചെറിയ ചെറിയ പോഴ്സുകളുണ്ട്. ആ പോഴ്സ് വഴി ഈ നമുക്ക് ബോഡിക്ക് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ആവശ്യമില്ലാത്ത ഗ്ലൂക്കോസ്, അതുപോലെ വാട്ടർ, യൂറിയ, അയോൺസ്, ഇതെല്ലാം തന്നെ എന്ത് ചെയ്യും? ഫിൽട്ടർ ചെയ്ത് എങ്ങോട്ടേക്ക് പോകും? ഈ പറഞ്ഞ കപ്പ് ലൈക്ക് സ്ട്രക്ചറിലേക്ക് മൂവ് ചെയ്യും. ഈ ഒരു കപ്പ് ലൈക്ക് സ്ട്രക്ചറിലേക്ക് എന്ത് ചെയ്യും? പതിയെ പതിയെ ഇത് മൂവ് ചെയ്യും. ഇങ്ങനെ മൂവ് ചെയ്ത് ആ പറഞ്ഞ ബ്ലഡ് അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മളുടെ ഗ്ലോമറുലസിലേക്ക് പാസ് ചെയ്ത ബ്ലഡ് എന്ത് ചെയ്യും? അത്യാവശ്യം ഒരു പ്യൂരിഫൈഡ് ഫോമിൽ എത്തും. എന്നിട്ട് എന്ത് സംഭവിക്കും? ഈ പ്യൂരിഫിക്കേഷൻ കഴിഞ്ഞ ബ്ലഡ് എങ്ങോട്ടേക്ക്? ഇഫറന്റ് ആർട്ടീരിയോൾ വഴി പുറത്തേക്ക് പോകും. ഓക്കെ, ഇഫറന്റ് ആർട്ടീരിയോൾ വഴി എന്ത് സംഭവിക്കും? പുറത്തേക്ക് പോകും. അപ്പൊ ഈ ഒരു ഫിൽട്രേഷൻ കഴിഞ്ഞു. ഈ ഫിൽട്രേഷൻ കഴിഞ്ഞ് നമുക്ക് കിട്ടിയ ഒരു ഫിൽട്രേറ്റിനെ പറയുന്ന പേരാണ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്ന് അറിയപ്പെടുന്നത്. അപ്പം ഈ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഒരു ദിവസം ഏകദേശം 150 ലിറ്റർ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഒരു ദിവസം ഈ ഒരു പ്രോസസ്സിലൂടെ നമ്മളുടെ ബോഡിയിൽ ഏകദേശം ഒരു കിഡ്നിയിൽ തന്നെ 12 ലക്ഷത്തോളം എന്തുണ്ട്? നെഫ്രോണുകളുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പ്രോസസ്സുകൾ എന്താണ്? നമ്മളിപ്പം
നമ്മുടെ ബോഡിയിൽ ഓരോരോ പ്രവർത്തനങ്ങളും എന്ത് ചെയ്യും നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. നമ്മുടെ ഇൻസൈഡ് ദ ബോഡി ഓരോ പ്രോസസ്സുകളും ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുക. അപ്പൊ എന്ത് സംഭവിക്കും? ഈ പറഞ്ഞ 12 ലക്ഷം, അതായത് ഒരു കിഡ്നിയിലുള്ള കാര്യമാണ് പറഞ്ഞത്. ഇപ്പൊ 2 എണ്ണത്തിലും കൂടി ചേർത്ത് എത്ര എണ്ണം കാണും? അത്രമാത്രം നെഫ്രോൺസ് ഉണ്ട്. ആ നെഫ്രോൺസിലൂടെ എന്ത് സംഭവിക്കും? ഈ പറഞ്ഞ അൾട്രാ ഫിൽട്രേഷൻ കഴിഞ്ഞിട്ട് 180 ലിറ്റർ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഫിൽട്രേറ്റ് ഫോം ചെയ്ത് കഴിയുമ്പോഴേക്കും എന്തായിരിക്കും സംഭവിക്കുന്നത്? നമുക്കറിയാം നമ്മളുടെ ട്യൂബുലാർ റീജിയൻസിലേക്കായിരിക്കും പിന്നീട് എന്ത് സംഭവിക്കുന്നത്? ഇത് മൂവ് ചെയ്ത് പോകുന്നത്. അപ്പം ഇത്രയും പ്രോസസ്സിനെയാണ് നമ്മൾ അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു പ്രോസസ്സ് ക്ലിയർ അല്ലേ? അൾട്രാ ഫിൽട്രേഷൻ എന്താണെന്നുള്ളത് ക്ലിയർ അല്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൽ അത് ചോദിക്കാം. നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ മലയാള മനോരമ ഹൊറൈസൺ അടുത്ത വർഷം തൊട്ട് നമ്മളുടെ ഈ ഒരു ക്ലാസ്സുകളുടെ തന്നെ ഓരോ പോർഷൻസിന്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സസും അതുപോലെ വീഡിയോ സെഷൻസും ഒക്കെ കുട്ടികൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളും അതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ എൻറോൾ ചെയ്യുക. അപ്പം നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോടും ഷെയർ ചെയ്ത് അവരോട് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതുപോലെ നാളെയും നാളെ കഴിഞ്ഞും ഒക്കെ വരുന്ന ക്ലാസ്സുകളിൽ അവരോടും എന്ത് ചെയ്യാൻ പറയുക? ജോയിൻ ചെയ്യാൻ പറയുക. കാരണം നമ്മൾ ഈ പറഞ്ഞ ഈ വർഷത്തോളം മുഴുവൻ ഇരുന്ന് പഠിച്ച കാര്യങ്ങളെ വളരെ ചെറിയ ഒരു ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഫോമിലാണ് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, പറഞ്ഞു കൊടുക്കുക. അവരെയും നാളെ ക്ലാസ്സിലേക്ക് കൊണ്ടുവരിക. അപ്പം നമ്മളിപ്പോ പറഞ്ഞത് നമ്മളുടെ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഫോം ചെയ്തു. ഫിൽട്രേറ്റ് ഫോം ചെയ്ത് കഴിയുമ്പോഴേക്കും എന്ത് സംഭവിക്കും? ഇത് ട്യൂബുലാർ റീജിയൻസിലേക്ക് എന്ത് ചെയ്യും? പയ്യെ പോകാനായിട്ട് തുടങ്ങും. അവിടെ വെച്ചിട്ടാണ് നമ്മളുടെ അടുത്ത പ്രോസസ്സ് നടക്കുന്നത്, അതായത് റീഅബ്സോർപ്ഷൻ ആൻഡ് സെക്രീഷൻ. ഇപ്പം ഈ ഒരു അൾട്രാ ഫിൽട്രേഷൻ കഴിഞ്ഞു. അൾട്രാ ഫിൽട്രേഷൻ കഴിഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മളുടെ ഫിൽട്രേറ്റ് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും? ഈ പറഞ്ഞ ട്യൂബ്യൂൾസിലൂടെ ഒക്കെ പയ്യെ എന്ത് ചെയ്യും? മൂവ് ചെയ്യും. ഇങ്ങനെ മൂവ് ചെയ്ത് ഓരോ റീജിയൻസിലേക്ക് എത്തുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? നമുക്കറിയാം നമ്മളുടെ ബോഡിയിൽ ആവശ്യത്തിനുള്ള സാധനങ്ങളുണ്ട്, അനാവശ്യമായിട്ട് കിടക്കുന്നതുകൊണ്ട്, വേസ്റ്റ് ആയിട്ടുള്ളതുകൊണ്ട്. അപ്പൊ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇങ്ങനെ ഫിൽട്രേറ്റ് മൂവ് ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിക്ക് ആവശ്യമാണ് എന്ന് തോന്നുന്നു. ഇപ്പം എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളുടെ ബോഡിയിൽ ഗ്ലൂക്കോസിന്റെ ലെവൽ കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ പറഞ്ഞ ബ്ലഡ് വെസൽസ്, അതായത് നമ്മളുടെ ഈ പറഞ്ഞ ഈ ഒരു ട്യൂബുലാർ റീജിയൻസിനെ സറൗണ്ട് ചെയ്തിട്ട് ഒരുപാട് പെരിയ ട്യൂബുലാർ വെസൽസ് കാണപ്പെടുന്നുണ്ട്, അതായത് ബ്ലഡ് വെസൽസ് കാണപ്പെടുന്നുണ്ട്. ഇവയിലേക്ക് എന്ത് സംഭവിക്കും? ഈ ഗ്ലൂക്കോസ് എന്ത് ചെയ്യും? റീഅബ്സോർബ് ചെയ്യപ്പെടും. അതായത് ഇങ്ങനെ കാണപ്പെടുന്ന ട്യൂബ്യൂൾസിലേക്ക് എന്ത് ചെയ്യും? ഇപ്പം ഗ്ലൂക്കോസ് ആണ് വേണ്ടതെങ്കിൽ ആ ഗ്ലൂക്കോസ് ഈ പറഞ്ഞ ബ്ലഡ് വെസൽസിലേക്ക് എന്ത് ചെയ്യും? റീഅബ്സോർബ് ചെയ്യപ്പെടും. അതിനെയാണ് നമ്മൾ റീഅബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അതായത് ബോഡിക്ക് ആവശ്യമാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ പറഞ്ഞ ഫിൽട്രേറ്റിൽ നിന്നും എക്സസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഗ്ലൂക്കോസിനെ നമ്മൾ എന്ത് ചെയ്യും? ബ്ലഡ് വെസൽസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതിനെയാണ് നമ്മൾ റീഅബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഇനി അപ്പൊ സെക്രീഷൻ എന്തായിരിക്കും? സെക്രീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബ്ലഡ് വെസൽസിലൂടെയും എന്ത് പോകുന്നുണ്ട്? പലതരത്തിൽ നമ്മുടെ ഈ ബ്ലഡിലൂടെ പലതരത്തിൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ലാത്ത സബ്സ്റ്റൻസുകളും എവിടെ ഉണ്ടായിരിക്കും? ഈ ബ്ലഡ് വെസൽസിലൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതെന്ത് സംഭവിക്കും? ഈ പറഞ്ഞ ബ്ലഡ് വെസൽസിൽ നിന്നും അകത്തേക്ക്, അതായത് നമ്മളുടെ ഈ ട്യൂബ്യൂൾസിലേക്ക് എന്ത് എൻട്രി ചെയ്യും? അൺവാണ്ടഡ് ആയിട്ടുള്ള നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ലാത്ത സബ്സ്റ്റൻസുകൾ എന്ത് ചെയ്യപ്പെടും? സെക്രീറ്റ് ചെയ്യപ്പെടും, അതായത് ഈ പറയുന്ന ട്യൂബ്യൂൾസിലേക്ക്. അതിനെയാണ് സെക്രീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മളുടെ ഈ ഒരു ഫിൽട്രേറ്റിൽ ഫോം ചെയ്ത എന്തെങ്കിലുമൊക്കെ സബ്സ്റ്റൻസുകൾ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ആ പറയുന്ന ട്യൂബ്യൂൾസിനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന ബ്ലഡ് ക്യാപ്പിലറീസിലേക്ക് എന്ത് പോകും? സബ്സ്റ്റൻസ് മൂവ് ചെയ്യും അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യും. അതുപോലെ തന്നെ ബ്ലഡ് ക്യാപ്പിലറീസിൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ലാത്തതായിട്ടുള്ള സബ്സ്റ്റൻസുകൾ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ നിന്നും റിമൂവ് ചെയ്യണമെന്ന് തോന്നുന്ന സബ്സ്റ്റൻസുകൾ, ഇപ്പം എക്സസ് ആയിട്ട് സോൾട്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും അയോൺസ് ആയിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ യൂറിയ, അങ്ങനെയുള്ള എന്തെങ്കിലും സബ്സ്റ്റൻസുകൾ എക്സസ് ആയിട്ടുണ്ടെങ്കിൽ അത് എങ്ങോട്ടേക്ക് മാറും? നമ്മളുടെ ഈ ട്യൂബ്യൂൾസിലേക്കും എൻറ്റർ ചെയ്യും. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെക്രീഷൻ ആൻഡ് റീഅബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ? രണ്ടാമത്തെ സ്റ്റെപ്പാണ് സെക്രീഷൻ ആൻഡ് റീഅബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പാണ് എന്തെന്ന് പറയുന്നത്?
റീഅബ്സോർപ്ഷൻ അല്ലെങ്കിൽ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. ഈ ഒരു പ്രോസസ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ബോഡിയിൽ ഇപ്പം എക്സസ് ആയിട്ടുള്ള വാട്ടർ അല്ലെങ്കിൽ നമ്മുടെ യൂറിനിൽ ഒരുപാട് വാട്ടർ ഉണ്ടെന്ന് വെച്ചു, ഇപ്പൊ ഫോം ചെയ്തു, യൂറിനൊക്കെ ഫോം ചെയ്ത് കഴിയുമ്പോൾ അതിൽ ഒരുപാട് വാട്ടറിന്റെ കണ്ടന്റ് കൂടുതലാണ്. പക്ഷെ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള വാട്ടർ നമ്മുടെ ബോഡിയിൽ ഇല്ല എന്ന് തോന്നിക്കഴിഞ്ഞു കഴിയുമ്പോഴേക്കും ഇതാണ് കളക്ടിങ് ട്യൂബ്യൂൾ എന്ന് പറയുന്നത്. കളക്ടിങ് ഡക്റ്റ് അല്ലെങ്കിൽ കളക്ടിങ് ട്യൂബ്യൂൾ എന്ന് പറയും. ഈ കളക്ടിങ് ഡക്റ്റിൽ നിന്നും എന്ത് സംഭവിക്കും? ഈ പറഞ്ഞ എക്സസ് ആയിട്ടുള്ള വാട്ടർ എങ്ങോട്ടേക്ക് പോകും? വീണ്ടും നമ്മളുടെ കാപ്പിലറീസിലേക്ക് എൻട്രി ചെയ്യും. ഈ ഒരു പ്രോസസ്സോട് കൂടിയാണ് യൂറിന്റെ ഫോർമേഷൻ കംപ്ലീറ്റ് ആവുന്നത്. എന്നിട്ട് ഇതെന്ത് സംഭവിക്കും? പതിയെ നമ്മുടെ കളക്ടിങ് ഡക്റ്റ് വഴി പുറത്തേക്ക് വന്ന് എങ്ങോട്ടേക്കായിരിക്കും എൻട്രി ചെയ്യുന്നത്? മുമ്പേ പറഞ്ഞായിരുന്നു, യൂറിനൊക്കെ ഫോം ചെയ്ത് കഴിഞ്ഞിട്ട് കിഡ്നിക്കകത്തെ ഒരു സ്ട്രക്ചർ ഉണ്ട്, ആ ഒരു സ്ട്രക്ചറിൽ വന്നായിരിക്കും ആദ്യം യൂറിൻ വരുന്നതെന്നൊക്കെ പറഞ്ഞായിരുന്നു. അത് ഏത് സ്ട്രക്ചർ ആയിരുന്നു? എന്തായിരുന്നു അത്? പെൽവിസ്. ഓക്കെ, പെൽവിസിലേക്ക് ഇത് പോകും. പെൽവിസിൽ നിന്ന് പിന്നെ എങ്ങോട്ടേക്കായിരിക്കും പോകുന്നത്? പെൽവിസിൽ നിന്നും പിന്നെ അടുത്തതായിട്ട് പോകുന്നത് നമ്മളുടെ യുറേറ്ററിലേക്ക് പോകും. ഓക്കെ, യുറേറ്റർ ആ ഒരു ട്യൂബ് പോലെ കണ്ടില്ലായിരുന്നു? അതായത് കിഡ്നിയിൽ നിന്നും പുറത്തേക്ക് വന്ന ഒരു ട്യൂബ് പോലെയുള്ള സ്ട്രക്ചർ ഓർക്കുന്നുണ്ടോ? ആ ഒരു സ്ട്രക്ചറിലേക്ക് പോകും. അതിനെയാണ് നമ്മൾ യുറേറ്റർ എന്നറിയപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് എങ്ങോട്ടേക്കായിരിക്കും? യൂറിനറി ബ്ലാഡറിലേക്ക് പോകും. ഓക്കെ, ഈ യൂറിനറി ബ്ലാഡറിലേക്ക് പോയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ കുറെ നേരം അത് സ്റ്റോർ ചെയ്ത് വെക്കും. ഈ സ്റ്റോറേജിന്റെ മാക്സിമം എത്തിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ യൂറിൻ യുറേത്രയിലൂടെ എന്ത് ചെയ്യും? എക്സ്പെൽ ചെയ്യും. അപ്പൊ നമ്മളുടെ ബോഡിയിൽ വന്ന വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം എന്ത് ചെയ്യും? റിമൂവ് ചെയ്ത് പോകും. എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഈ ഒരു പ്രോസസ്സ് ക്ലിയർ ആയില്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പെട്ടെന്ന് പറ. അപ്പൊ നമുക്ക് അടുത്ത ഒരു സെഷനിലേക്ക് പോകാം. നമ്മൾ പറഞ്ഞായിരുന്നു നമുക്ക് പല രീതിയിലും എന്താണ് നമ്മളുടെ ബോഡിയിൽ എങ്ങനെയാണോ വേസ്റ്റ് മെറ്റീരിയൽസ് റിമൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ വേസ്റ്റ് ഫോം ചെയ്യുന്നത് പോലെ തന്നെ എല്ലാ ഓർഗാനിസിലും എന്തും ഫോം ചെയ്യുന്നുണ്ട്? പലതരത്തിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ വേസ്റ്റ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഓർഗൻസ് ഉണ്ട്. ഇപ്പൊ ഹ്യൂമൻ ബീങ്സിൽ കിഡ്നി ആണെങ്കിൽ ലോവർ ഓർഗാനിസിലൊന്നും എന്തില്ല? കിഡ്നി ഇല്ല. അപ്പം അവരിൽ പ്രത്യേകം വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഓർഗൻസ് ആയിരിക്കും ഈ പറയുന്ന എക്സ്ക്രീഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്? ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിൽ ഹെൽപ്പ് ചെയ്യുന്ന പലതരം ഓർഗാനിസത്തിൽ ഏതൊക്കെയാണ് എക്സ്ക്രീറ്ററി ഓർഗൻസ് ആയിട്ട് ആഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആക്ട് ചെയ്യുന്നത്, അതുപോലെ അവരിൽ കാണപ്പെടുന്ന എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണ് എന്നൊക്കെയാണ് ഈ ഒരു ടേബിളിൽ എന്ത് ചെയ്തേക്കുന്നത്? മെൻഷൻ ചെയ്തേക്കുന്നത്. അപ്പൊ ഈ ഒരു ടേബിളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇത് മുഴുവൻ ചോദിച്ചില്ല എങ്കിൽ പോലും 4 or 5 എണ്ണം തന്നിട്ട് അതിന്റെ എക്സ്ക്രീറ്ററി ഓർഗൻ ഏതാണെന്നും എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് ഏതാണെന്നും എന്ത് ചെയ്യും? ചോദിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് നോക്കുമ്പോൾ അറിയാം, അമീബ എന്ന് പറഞ്ഞ യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഒരു ഓർഗാനിസം ആണ്. അതിൽ എന്തുണ്ട്? യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസം ആണ്. അതില് ഒരൊറ്റ സെല്ല് മാത്രമേ ഉള്ളൂ. അപ്പൊ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഓർഗൻ അതിലില്ല. പക്ഷെ സെല്ലിലെ ഏതോ ഒരു പാർട്ടാണ് അല്ലെങ്കിൽ സെല്ലിലെ ഏതോ ഒരു പാർട്ടാണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? എക്സ്ക്രീറ്ററി ഓർഗൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ആ ഒരു എക്സ്ക്രീറ്ററി പാർട്ടിനെയാണ് നമ്മൾ കോൺട്രാക്റ്റൈൽ വാക്യൂൾ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, കോൺട്രാക്റ്റൈൽ വാക്യൂൾ, അതായത് നമുക്കറിയാം സെല്ലിന്റെ സ്ട്രക്ചർ പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ് വാക്യൂൾസ്. അതാണ് കോൺട്രാക്റ്റൈൽ വാക്യൂൾസ്. ഈ കോൺട്രാക്റ്റൈൽ വാക്യൂൾസ് വഴി ഏതൊക്കെ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റുകളായിരിക്കും റിമൂവ് ചെയ്യുന്നത്? അതായത് എക്സസ് ആയിട്ടുള്ള വാട്ടറും അതുപോലെ അമോണിയയും ആയിരിക്കും എന്ത് ചെയ്യുന്നത്? റിമൂവ് ചെയ്ത് കളയുന്നത്. ഇനി എർത്ത് വോംസിൽ നോക്കുവാണെങ്കിൽ എർത്ത് വോംസിൽ കാണപ്പെടുന്ന എക്സ്ക്രീറ്ററി ഓർഗൻ ആണ് എന്തെന്ന് പറയുന്നത്? നെഫ്രിഡിയ എന്ന് പറയുന്നത്. ഓക്കെ, എർത്ത് വോമിൽ കാണപ്പെടുന്ന എക്സ്ക്രീറ്ററി പാർട്ടാണ് നെഫ്രിഡിയ എന്നറിയപ്പെടുന്നത്. ഈ നെഫ്രിഡിയയിലൂടെ ഏതൊക്കെ പ്രൊഡക്റ്റ് ആയിരിക്കും റിമൂവ് ചെയ്യുന്നത്? യൂറിയ റിമൂവ് ചെയ്യാം, അമോണിയ റിമൂവ് ചെയ്യാം, അതുപോലെ ബോഡിയിൽ കാണപ്പെടുന്ന എക്സസ് ആയിട്ടുള്ള വാട്ടറും ഇവർക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇൻസെക്ട്സിന്റെ കേസിൽ നമ്മൾ കോമൺ ആയിട്ട് നോക്കുമ്പോൾ ഇൻസെക്ട്സിൽ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് യൂറിക് ആസിഡ് ആയിരിക്കും. ഓക്കെ, യൂറിക് ആസിഡ് ആയിരിക്കും മേജർ ആയിട്ടുള്ള എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് എങ്ങനെയായിരിക്കും അത് റിമൂവ് ചെയ്യുന്നത്? അവരുടെ ബോഡിയിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ട്യൂബ്യൂൾസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ മൽഫീജിയൻ ട്യൂബ്യൂൾസ് എന്ന് പറയുന്നത്. ഈ പറയുന്ന മൽഫീജിയൻ ട്യൂബ്യൂൾസ് ആണ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നത്? ഈ പറയുന്ന യൂറിക് ആസിഡിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്
ഹെൽപ്പ് ചെയ്യുന്നത്. ഇനിയും ഹയർ ആയിട്ടുള്ള ഓർഗാനിസത്തിലേക്ക് വരുന്നതിനനുസരിച്ച് ഹയർ ഓർഗാനിസത്തിലെല്ലാം തന്നെ മേജർ ആയിട്ടുള്ള എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? കിഡ്നി തന്നെയായിരിക്കും. അതായത് ഇപ്പൊ ഫിഷസിന്റെ കേസിലാണേലും, ഫ്രോഗ്, ഇപ്പം ആംഫിബിയൻസിന്റെ കേസിലാണേലും, റെപ്റ്റൈൽസിന്റെ കേസിലാണേലും, ബേർഡ്സിന്റെ കേസിലാണേലും എല്ലായിടത്തും എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? കിഡ്നി ആയിരിക്കും. ഓക്കെ, കിഡ്നി ആയിരിക്കും മേജർ ആയിട്ടുള്ള എക്സ്ക്രീറ്ററി ഓർഗൻ. പക്ഷെ ഇവയിലെല്ലാം കാണപ്പെടുന്ന എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അത് ഏത് എൻവയോൺമെന്റിൽ ജീവിക്കുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവരിൽ കാണപ്പെടുന്ന എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് വരുന്നത്. അപ്പൊ ഫിഷിൽ കാണപ്പെടുന്നത് അമോണിയ ആയിരിക്കും, ഫ്രോഗിൽ കാണപ്പെടുന്നത് യൂറിയ ആയിരിക്കും. അതേസമയം റെപ്റ്റൈൽസിലും ബേർഡ്സിലും കാണപ്പെടുന്ന എന്തായിരിക്കും? യൂറിക് ആസിഡുമായിരിക്കും. അപ്പൊ ഈ ഒരു ടേബിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതും പഠിച്ചു വെക്കണം. കാരണം ഇതിന്റെ അകത്തുനിന്ന് മുമ്പേ പറഞ്ഞതുപോലെ 3-4 ഓർഗാനിസത്തിനെ തന്നിട്ട് അതിന്റെ എക്സ്ക്രീറ്ററി ഓർഗനും പ്രൊഡക്റ്റും ചോദിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പം അത് നിങ്ങൾ പഠിച്ചു വെക്കുക. നമ്മളപ്പം നമ്മളുടെ ഒരു ക്ലാസ്സിന്റെ എൻഡിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പം ഓർഗാനിസത്തിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു, ബാക്കി എല്ലാ ഓർഗാനിസത്തിന്റെയും കേസിൽ നമ്മളിപ്പോ പറഞ്ഞു ഏതൊക്കെ രീതിയിലാണ് പ്രൊഡക്റ്റുകൾ വരുന്നതെന്ന്. ഇനി നമ്മളുടെ പ്ലാന്റ്സിൽ ഇത്തരത്തില് എക്സ്ക്രീഷൻ പോസിബിൾ ആണോ? പോസിബിൾ ആണോ? എക്സ്ക്രീഷൻ പോസിബിൾ ആണോ? പ്ലാന്റ്സിന്റെ കേസിൽ എക്സ്ക്രീഷൻ പോസിബിൾ ആണ്. കാരണം അവയിലും ഇതുപോലെ തന്നെ പല പ്രോസസ്സുകളും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്ലാന്റ്സിലും എന്തുണ്ട്? എക്സ്ക്രീഷൻ നടക്കും. ഓക്കെ, അപ്പം എക്സ്ക്രീഷൻ പ്ലാന്റ്സിലും പോസിബിൾ ആണ്. അപ്പം ഇതിനകത്ത് ക്വസ്റ്റ്യൻ ആന്ന് അയച്ചത് ഞാൻ കണ്ടായിരുന്നു കേട്ടോ ദേവിക. അപ്പം എക്സ്ക്രീഷൻ നമ്മളുടെ പ്ലാന്റ്സിൽ പോസിബിൾ ആണ്. അപ്പം ഏതൊക്കെ പാർട്ടായിരിക്കും എക്സ്ക്രീഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്? എക്സ്ക്രീഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന പാർട്ട് ഏതൊക്കെയായിരിക്കും? നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ തൊട്ട് പഠിക്കുന്നതാണ്. ലീവ്സില് ചെറിയ നമ്മളൊരു സ്ട്രക്ചർ നമ്മൾ മൈക്രോസ്കോപ്പിൽ എടുത്ത് നോക്കുവാണെങ്കിൽ അതിനകത്തൊരു പോർ ലൈക്ക് സ്ട്രക്ചർ കാണപ്പെടും. ആ പോർ ലൈക്ക് സ്ട്രക്ചറിന് പറയുന്ന പേരാണ് സ്റ്റൊമേറ്റ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണാതെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്റ്റൊമേറ്റ, അതിപ്പോ ഓപ്പൺ ആവും ക്ലോസ് ആവും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം ഈ പറഞ്ഞ വേസ്റ്റിന്റെ റിമൂവലിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മേജർ ആയിട്ടുള്ള ഒന്നാണ് സ്റ്റൊമേറ്റ എന്നറിയപ്പെടുന്നത്. അതായത് നമ്മുടെ ലീവ്സിൽ കാണപ്പെടുന്ന ഒരു സ്ട്രക്ചർ ആണ് സ്റ്റൊമേറ്റ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ സ്റ്റൊമേറ്റ എന്തൊക്കെയായിരിക്കും റിമൂവ് ചെയ്യുന്നത്? നമുക്കറിയാം ഫോട്ടോസിന്തസിസ് നടക്കുമ്പോഴും അതുപോലെ നമ്മളിപ്പോ പലതരത്തിലുള്ള പ്രോസസ്സ് നടക്കുമ്പോൾ അതിന്റെ വേസ്റ്റ് ആയിട്ട് വരുന്ന കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ വാട്ടറും ഓക്സിജനും ഒക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റൊമേറ്റ ആയിരിക്കും. അപ്പൊ ഈ സ്റ്റൊമേറ്റ കൂടാതെ അവിടെ വേറൊരു പേര് കൂടി ടീച്ചർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്താണത്? ലെന്റിസെൽസ് എന്നറിയപ്പെടുന്നത്. അതായത് നമ്മളൊരു പ്ലാന്റിന്റെ സ്റ്റെം എടുത്ത് നോക്കുമ്പം ആ സ്റ്റെംസില് ചെറിയ ചെറിയ പോഴ്സുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, ആ പോഴ്സിനെ പറയുന്ന പേരാണ് ലെന്റിസെൽസ് എന്നറിയപ്പെടുന്നത്. ഈ ലെന്റിസെൽസും എന്തിനു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? നമ്മളുടെ എന്തിനു വേണ്ടിയിട്ട്, അതായത് ഈ പറഞ്ഞ പ്ലാന്റിൽ ഫോം ചെയ്ത വാട്ടർ അതുപോലെ തന്നെ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഇതിനെയൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ലെന്റിസെൽസും എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ഒരു സ്ട്രക്ചർ ആണ് ഹൈഡത്തോട്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഹൈഡത്തോട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു നമ്മളുടെ പുല്ല് ഗ്രാസ് എടുക്കാന്ന് വെച്ചു. അപ്പൊ ഗ്രാസിന്റെ ഇലയൊക്കെ നോക്കുവാണെങ്കിൽ അതിന്റെ ടിപ്പ് റീജിയണിലായിട്ട് ചെറിയ ചെറിയ സ്മോൾ പോഴ്സ് ഉണ്ടായിരിക്കും. ഈ സ്മോൾ പോഴ്സിനെ പറയുന്ന പേരാണ് ഹൈഡത്തോട്സ് എന്നറിയപ്പെടുന്നത്. ഈ ഹൈഡത്തോട്സ് എന്തിനായിരിക്കും ഹെൽപ്പ് ചെയ്യുന്നത്? ഹൈഡത്തോട്സ് നമുക്കറിയാം ആ ഒരു ലീഫിന്റെ ഒക്കെ ടിപ്പ് നോക്കി കഴിയുമ്പോൾ ചില സമയത്ത് അതിനകത്ത് ചെറിയ ചെറിയ വാട്ടർ ഡ്രോപ്സ് കാണാം. അപ്പം എന്തായിരിക്കും അതിൽ നിന്ന് റിമൂവ് ചെയ്യുന്നത്? നമ്മളുടെ പ്ലാന്റില് എക്സസ് ആയിട്ടുള്ള വാട്ടറിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചർ ആണ് എന്തെന്ന് പറയുന്നത്? ഹൈഡത്തോട്സ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹൈഡത്തോട്സ് എന്നറിയപ്പെടുന്നത്. അപ്പം എക്സസ് ആയിട്ടുള്ള വാട്ടറിനെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? റിമൂവ് ചെയ്ത് കളയുന്നത്. ഇനി നെക്സ്റ്റ് ആയിട്ട് കാണപ്പെടുന്ന ഒന്നാണ് ഹാർഡ് വുഡ് എന്നറിയപ്പെടുന്നത്. അതായത് നമ്മളുടെ പ്ലാന്റ് ഒക്കെ നമ്മൾ വെട്ടിയിടുന്ന സമയത്ത്, ഇപ്പം നമ്മൾ പ്ലാന്റ് ഒരു ട്രീ നമ്മൾ വെട്ടിയിടുകയാണെങ്കിൽ അതിന്റെ സ്ട്രക്ചർ നോക്കുമ്പം അതിന്റെ സെൻട്രൽ റീജിയണിലായിട്ട് കുറച്ചുകൂടി ബ്ലാക്കിഷ് കളറിൽ നമുക്ക് കാണാൻ പറ്റും. അത് ശരിക്കും നമ്മുടെ സൈലമാണ്. ആ സൈലത്തില് ഈ പറഞ്ഞ വേസ്റ്റ് മെറ്റീരിയൽസ് വന്ന് എന്ത് ചെയ്യുവാണ്? ഡെപ്പോസിറ്റ് ചെയ്താണ് ആ പറഞ്ഞ പോർഷൻ അങ്ങനെ ഒരു ഡാർക്ക് കളറിൽ കാണപ്പെടുന്നത്. അങ്ങനെയാണ് അത് എന്തിന്റെ ഫോർമേഷന് കാരണമാകുന്നത്? ഹാർഡ് വുഡിന്റെ ഫോർമേഷന് കാരണമാകുന്നത്. ഈ ഹാർഡ് വുഡ് എന്ന് പറയുന്നത് എന്താണ്? ഈ പ്ലാന്റിൽ നടന്ന
എല്ലാ പ്രോസസ്സുകളുടെയും വേസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് അവിടെ എന്ത് ഫോം ചെയ്തേക്കുന്നത്? ഹാർഡ് വുഡ് എന്ത് ചെയ്തേക്കുന്നത്? ഫോം ചെയ്തേക്കുന്നത്. ഇനിയും ഒരു കുറെ നാളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മുടെ പ്ലാന്റ്സിൽ നിന്നുമൊക്കെ ലീവ്സ് എന്ത് ചെയ്യാം? ഫോളോ ഓഫ് ചെയ്തു പോകും. അത് ഇലകൾ വീണു പോകും. അപ്പൊ ഈ ഇലകൾ വീണു പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാന്റിന്റെ ഒരു എക്സ്ക്രീറ്ററി മെത്തേഡാണെന്നാണ് മെത്തേഡാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പ്ലാന്റിൽ ഈ ലീവ്സിലേക്ക് ഇത് ഏകദേശം ഈ ഒരു പൊഴിയാറായി അല്ലെങ്കിൽ ഈ ഒരു പ്ലാന്റിന്റെ ലീഫിന്റെ കാലാവധി തീർന്നു എന്ന് തോന്നുമ്പോഴേക്കും എന്ത് സംഭവിക്കും? നമ്മുടെ പ്ലാന്റ് പതിയെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ പറഞ്ഞ വേസ്റ്റ് മെറ്റീരിയൽസിനെ എല്ലാം കൂടി പതിയെ പതിയെ മൂവ് ചെയ്യിപ്പിച്ച് ഈ പൊഴിയാറായ ഇലയിലേക്ക് എന്ത് ചെയ്യും? ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ ഈ പറയുന്ന പൊഴിയുന്ന ഇലകളിൽ മുഴുവൻ എന്തായിരിക്കും ഉള്ളത്? ഈ പ്ലാന്റിൽ ഉണ്ടായ അല്ലെങ്കിൽ പ്ലാന്റിൽ കാണപ്പെടുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് ആയിരിക്കും കാണപ്പെടുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? പ്ലാന്റ്സിൽ കാണപ്പെടുന്ന എക്സ്ക്രീഷൻ അല്ലെങ്കിൽ എക്സ്ക്രീഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം എല്ലാവർക്കും പോർഷൻസ് ഒക്കെ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ക്ലിയർ ആയോ? പോർഷൻസ് ഒക്കെ ക്ലിയർ ആയോ എല്ലാം? എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ക്ലിയർ ആണോ എല്ലാം? ഡൗട്ടൊന്നും ഇല്ല? ഒരു ഡൗട്ടും ഇല്ല ആർക്കും? ഇത്രയും പോർഷൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഏറ്റവും ഇമ്പോർട്ടന്റും അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി, അതായത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഒന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പം ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള പോർഷൻസ് ആണ് നമ്മളിപ്പം എടുത്തു തന്നേക്കുന്നത്. അപ്പം ഈ ഒരു പോർഷൻസ് പഠിക്കാതെ ഒരു കാരണവശാലും പോകരുത്. അത് മാത്രമല്ല, ഒരു കാര്യം എടുത്തു പറയേണ്ട എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പം ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു പോർഷനിൽ ഒരുപാട് സ്ട്രക്ചേഴ്സും കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ കിഡ്നിയുടെ ഔട്ടർ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് പറയുന്നുണ്ട്, ഇന്നർ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് പറയുന്നുണ്ട്, അതിനുശേഷം നെഫ്രോണിന്റെ സ്ട്രക്ചേഴ്സ് ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഓരോന്നിലും അതിൻ്റെതായിട്ടുള്ള ലേബലിങ്ങും കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് നോക്കി വെച്ചിട്ടേ പോകാവുള്ളൂ. അതുപോലെ തന്നെ യൂറിൻ ഫോർമേഷൻ ഒരിക്കലും വിട്ട് കളഞ്ഞിട്ട് പോകരുത്. കാരണം യൂറിൻ ഫോർമേഷൻ ഉറപ്പായിട്ടും വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരിക്കലും ആ ഒരു പോർഷനിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്ത് പോകരുത്. അതുപോലെ ലിവർ എങ്ങനെയാണ് എക്സ്ക്രീഷനെ ഹെൽപ്പ് ചെയ്യുന്നത്, സ്വെറ്റിന്റെ ഫോർമേഷൻ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള പോർഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ക്വസ്റ്റ്യൻസിന്. അപ്പം എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നോക്കിയിട്ട് മാത്രമേ പരീക്ഷയ്ക്ക് പോകാൻ പാടുള്ളൂ. ഓക്കെ, അപ്പം എല്ലാവർക്കും മനസ്സിലായി എന്നാണ് ഇതിൻ്റെ അകത്ത് എനിക്ക് ചാറ്റിൽ വന്ന ആൻസേഴ്സ് ഒക്കെ. അപ്പം വലിയ ഡൗട്ടൊന്നും ഇല്ലാന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഉറപ്പല്ലേ? സംശയമൊന്നും ഇല്ലല്ലോ? നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് യൂസ് ചെയ്ത് നമുക്ക് ഡൗട്ട്സ് എന്തെങ്കിലും, അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ ഇപ്പൊ ഞാൻ എന്തെങ്കിലും പറയാത്ത പോർഷൻസിൽ നിന്നാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇനി നെക്സ്റ്റ് ഇയർ, അതായത് നെക്സ്റ്റ് അക്കാഡമിക് ഇയറിൽ നിങ്ങൾ 10th-ലാണ്, അതായത് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അപ്പോൾ നമ്മളുടെ മനോരമ ഹൊറൈസൺ അടുത്ത വർഷം തൊട്ട് ലൈവ് ട്യൂഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. SCERT സിലബസിലുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലൈവ് ക്ലാസ്സസ് നടത്തുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അതിൽ എൻറോൾ ചെയ്യാനായിട്ടുള്ള ഒരു അവസരമുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ചോദിക്കാം. ഈ പറയുന്ന പോർഷൻസിന്റെ അല്ലാതെ അടുത്ത വർഷം വരുന്ന എല്ലാ ക്ലാസ്സുകളുടെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് അല്ലെങ്കിൽ സെഷൻസ് നമുക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം നിങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയുക, അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിൽ എൻറോൾ ചെയ്യുക. അപ്പം എല്ലാവർക്കും ഗുഡ് ഡേ. താങ്ക് യു. Manorama Horizon. Learning made simple.